Hi guys, I'm Urshad. Today we are going to start a new journey of Python class. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പൈത്തണിൻ്റെ ഇൻട്രൊഡക്ഷൻ പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഒരു PPT ഷോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫയൽസോ ലിങ്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലെക്ചറിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് പൈത്തണിൻ്റെ കുറച്ച് ഓവറോൾ പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പൈത്തൺ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ആണ്. അത് ഈ ഒരു AI ബൂമിങ് ടൈമിൽ അത് AI എന്ന ഫീൽഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുപോലെ തന്നെ അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിന് ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാവില്ല. അതിനൊരു പെർട്ടിക്കുലർ മെഷീൻ ലാംഗ്വേജ് ഉണ്ട്. സോ ആ മെഷീൻ ലാംഗ്വേജ് ഹ്യൂമൻ റീഡബിളും അല്ല, അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. സോ ആ ഒരു ടൈമിൽ ഹൈ ലെവൽ ലാംഗ്വേജ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ലാംഗ്വേജ്, ഹ്യൂമന് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതും. ആ ഒരു പ്രോഗ്രാം വേറൊരാളുടെ സഹായത്തോടു കൂടെ, വേറൊരു ടൂളിൻ്റെ സഹായത്തോടു കൂടെ ആ ഒരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കോഡിനെ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റിംഗ് ആൻഡ് അല്ലെങ്കിൽ കമ്പൈലിംഗ് എന്ന് പറയുന്ന സംഭവം. അത് രണ്ടും ഇൻ്റർപ്രിറ്ററും കമ്പൈലിംഗ് എന്ന് വെച്ചാൽ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ഡിഫറൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുള്ള ഹ്യൂമൻ മനസ്സിലാവുന്ന രീതിയിൽ കോഡ് എഴുതുക. അതിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള മെഷീൻ്റെ കോംപ്ലക്സും കാരണം നമുക്ക് ബോധഡ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു ഇതിന് പറഞ്ഞാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നതും അതും ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജും ഉണ്ട്, കമ്പൈലർ ലാംഗ്വേജും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടും ചെയ്യുന്ന കാര്യം സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് വേ ആണ്. ഞാൻ പറഞ്ഞു ഇൻ്റർപ്രിറ്ററും കമ്പൈലറും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഇൻ്റർപ്രിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോഡിനെ, അഥവാ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് കോഡിനെ അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അത് മീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 100 ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ അത് ഓരോ ലൈൻ ആദ്യം ചെക്ക് ചെയ്യും അവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഓരോ ലൈൻ ചെക്ക് ചെയ്ത് 100 ലൈൻ ഉണ്ടെങ്കിൽ ആ 100 ലൈൻ ആദ്യം ചെക്ക് ചെയ്യും, എവിടെയെങ്കിലും സിൻടാക്സ് എറർ വേറെ ഏതെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, ആ ഓരോ ലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്താക്കൂ അത് ഡയറക്റ്റ് ഫുള്ളായിട്ട് ആ ഒരു സോഴ്സ് കോഡിനെ ഫുള്ളായിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി കമ്പൈലർ എന്ന് വെച്ചാൽ ആ ഒരു കമ്പൈലർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഡിനെ ഫസ്റ്റ് തന്നെ ആ എൻറ്റയർ കോഡിനെ കമ്പൈലർ യൂസ് ചെയ്തിട്ട് അത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു കോഡ് റിട്ടേൺ ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്യും ഇന്ന ലൈനിൽ ഇന്ന എറർ ഉണ്ട്. അങ്ങനെ ഇപ്പം 100 ലൈനിലെ കോഡിൽ ഇപ്പം 10 ലൈൻ ഓഫ് എറർ ഉണ്ടെങ്കിൽ ആ ഒരു 10 ലൈൻ ഓഫ് എറർ അത് മെൻഷൻ ചെയ്യും, ഇന്ന ലൈനിൽ ഇന്ന എറർ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആണ്, ഫ്ലെക്സിബിളും ഡീബഗ്ഗിങ്ങിനും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ പൈത്തൺ എന്നത് ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് കമ്പയർ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിവ് വേണമെങ്കിൽ, ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ChatGPT ആണ് ബെറ്റർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു പൈത്തൺ എന്ന ലാംഗ്വേജ് ഇത്രയും പോപ്പുലർ മെയിൻ കാരണം ആ ഒരു കോഡിൻ്റെ റീഡബിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആണ്. അത് നിങ്ങൾ നിങ്ങൾ പൈത്തൺ കോഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു പൈത്തൺ കോഡ് തന്നെ വേറൊരു ലാംഗ്വേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഞാൻ 2 പോയിൻറ്റ്സിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈസി ടു ലേൺ ആൻഡ് റീഡ്. ഈ ഒരു ന്യൂ പ്രോഗ്രാമേഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സാണ് പൈത്തൺ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്ന പോലെ സിൻടാക്സ് എല്ലാം വളരെ ക്ലീനാണ്, നമുക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കാര്യങ്ങളല്ല, നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ കുറച്ച് ഇൻഡിഫൈൽ കുറച്ച് റെഫറൻസ് ആണ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡയഗ്രാമും കൂടിയുണ്ട്.
സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും, അത് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. അതിന് റീഡബിലിറ്റി, സിംപ്ലിസിറ്റി ആണ് പറഞ്ഞായിരുന്നു. അതാണ് ഇതിൽ പൈത്തണിൽ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ രണ്ടാമത് പോയിന്റ് പറഞ്ഞ പോലെ സിൻടാക്സ് നമുക്ക് ആ ഒരു പൈത്തണിൻ്റെ സിൻടാക്സ് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സിൻടാക്സ് അത്രയും ഈസിയാണ് ഒരു ഹ്യൂമന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഈസി ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് വേഗം തന്നെ ഒരു പെർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടാസ്ക് വേഗം തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം മെമ്മറി മാനേജ്മെൻറ്റ് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരു പ്രോഗ്രാമിൽ. സോ അത് ഈ ഒരു പൈത്തണിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നാലാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞ മിനിമൈസിങ് ഡെവലപ്മെൻറ്റ് ടൈമാണ്. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ലൈൻ ഓഫ് കോഡ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏറ്റവും കുറച്ച് ലൈൻ ഓഫ് കോഡിൽ തന്നെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സെയിം ഇപ്പോൾ പൈത്തണിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത കോഡും നിങ്ങൾ വേറെ ലാംഗ്വേജ് അത് സോൾവ് ചെയ്യാൻ നോക്കിയാൽ അതിലൊരു എന്തായാലും പൈത്തണും കാട്ടിയും മേ ബി ഡബിൾ ആയിട്ട് ലൈൻസ് വേണമെങ്കിൽ എടുത്തേക്കാം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഈസിയാണ് നമുക്ക് പൈത്തണിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണ് യൂസ് ആവുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ DSA പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ DSAൻ്റെ ക്ലാസ് ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു DSAൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ലീഡ് കോഡ് വഴിയായിട്ടാണെങ്കിലും ഹാക്കർ റാങ്ക് ആണെങ്കിലും അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേസിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോബിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് DSA പ്രോബ്ലം നിങ്ങൾക്ക് വേഗം തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൈത്തൺ ആണ്. അതുപോലെ തന്നെ ഒരു ന്യൂ പ്രോഗ്രാമേഴ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പൈത്തൺ ആണ്. സോ നമുക്ക് പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടിങ് മൊഡ്യൂൾസ് ആണ്, ഫോക്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് ആണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സംഭവം നമ്മളിപ്പം പെർട്ടിക്കുലർ ഒരു ഫങ്ഷൻസ് ഒരു ടാസ്ക് ചെയ്യുന്നൊരു ഇതുവാണെങ്കിൽ അത് നമ്മൾ പൈത്തണിൽ നിന്നുള്ള അത് ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. മെയിനായിട്ട് എല്ലാ സംഭവം ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ API എന്നൊരു സംഭവം റിട്രീവ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ ആ ഒരു സംഭവം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു റിക്വസ്റ്റ് എന്നുള്ള മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് റിക്വസ്റ്റ് എന്നിട്ട് ആ രീതിയിലായിരിക്കും നമ്മളെ ആവശ്യമുള്ള മൊഡ്യൂൾസ് ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പം മെയിനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജും കമ്പൈലർ ലാംഗ്വേജും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു ആദ്യം ലൈൻ ബൈ ലൈൻ കോഡായിട്ട് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അതിന് ഫുൾ ഓഫ് സോഴ്സ് കോഡ് അതിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. കമ്പൈലർ ഞാൻ പറഞ്ഞെന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് തന്നെ എന്തായിരിക്കും ആ ഫുൾ ഓഫ് കോഡ് എന്തായിരിക്കും അത് നേരെ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജിൽ ഫസ്റ്റ് തന്നെ ആ ഫുൾ ലൈൻ ഓഫ് കോഡ് അത് ട്രാവൽ ചെയ്ത് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് കുറച്ചും കൂടിയും സ്ലോവർ ആണ് കമ്പയർ ടു കമ്പൈലർ ലാംഗ്വേജ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇതാണ് മൾട്ടി ത്രെഡിങ്, കുറച്ച് ഹാർഡാണ്. മൾട്ടി ത്രെഡിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യാറുണ്ടല്ലോ ഒരു അറ്റ് ദ ടൈം തന്നെ നമുക്കറിയാം പ്രോഗ്രാമിൽ നമുക്ക് നോർമലി എന്താക്കുമ്പോൾ ഒരു ടാസ്ക് ഒരു ടൈം ചെയ്യാൻ പറ്റും. സോ നമുക്ക് അറ്റ് ദ ടൈമിൽ 2 ടാസ്ക് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നത് മൾട്ടി ത്രെഡിങ് അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സിങ് മൾട്ടി ടാസ്ക് എന്നൊക്കെ പറയും. അത് പൈത്തണിൽ ചെയ്യാൻ വേണ്ടി ലിറ്റിൽ ബിറ്റ് ഹാർഡാണ് നമ്മളെ ബാക്കി ലാംഗ്വേജസ് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് ലാംഗ്വേജ് ഇസ് ബെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾ സെൽഫായിട്ട് കുറേ സമയം ചോദിച്ചിട്ടുണ്ടാകാം, ഏതായിരിക്കും ബെറ്റർ ലാംഗ്വേജ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഏതായിരിക്കും ഏറ്റവും ബെറ്റർ ലാംഗ്വേജ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ആൻസർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്ററായിട്ട് എല്ലാ കാര്യവും ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ലാംഗ്വേജ് ഇല്ല. ഈ ഒരു നമ്മൾ ബെസ്റ്റ് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പേർപ്പസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏതാണ് പേർപ്പസ് ആ പേർപ്പസിന് അനുസരിച്ചിരിക്കും നമ്മൾ ഏത് ലാംഗ്വേജാണ് ബെറ്റർ എന്നുള്ളത്. സോ നിങ്ങൾ പേർപ്പസ് ഏതാണോ ആ ലാംഗ്വേജ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഞാൻ ഈ ഒരു പൈത്തൺ ഏതൊക്കെ പേർപ്പസിനുണ്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് നിങ്ങളെ നിങ്ങളുടെ പേർപ്പസ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈത്തൺ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ആ ഒരു പേർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ ലാംഗ്വേജസ് ഉണ്ടാകും, ആ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പൈത്തണിൻ്റെ ക്രിയേറ്ററാണ് ഫിഡോ വാൻ റൂസം എന്നുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പൈത്തൺ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ
കൂടുതലായിട്ടുള്ള ഇയാളെ ഓതർ പ്രൊഫൈൽസ് കാര്യങ്ങളുമാണെങ്കിൽ നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പൈത്തൺ യൂസ് ചെയ്യുന്ന കമ്പനീസുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് കുറച്ച് ഗൂഗിൾ റെഫറൻസ് യൂസ് ചെയ്ത് കിട്ടിയ കുറച്ച് കമ്പനീസാണ് ഇവിടെ ഉള്ളത്. എല്ലാ കമ്പനീസും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇതാണ് ഇത്രയും മെയിനായിട്ടുള്ള വലിയ കമ്പനീസ് നമ്മൾ പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് പേർപ്പസിനായിരിക്കും. ചില സമയം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ചില സമയം ഒരു ഇപ്പം ഒതൻറ്റിക്കേഷന് വേണ്ടിയായിരിക്കും ചില സമയം പൈത്തൺ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പെർട്ടിക്കുലർ പേർപ്പസിനായിരിക്കും പൈത്തൺ ഏറ്റവും ബെറ്റർ ആയിട്ട് വരും. ആ സമയത്തായിരിക്കും ഓരോ കമ്പനീസ് അത് യൂസ് ചെയ്യുന്നത് പൈത്തൺ എന്നുള്ളത്. സോ ഇത്തരം കമ്പനീസ് പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ പേർപ്പസിന് നമ്മൾ ഈ ഒരു പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുള്ളത്. ഇത്രയും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേർപ്പസിനാണ് നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുക. മെയിനായിട്ട് ഇപ്പോൾ ബൂമിംഗ് ആയിട്ടുള്ള AI എന്നുള്ള ഫീൽഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് പൈത്തണും ഐ തിങ്ക് R എന്നുള്ള ലാംഗ്വേജാണ്. അതിൽ പൈത്തണാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതേപോലെ വെബ് ഡെവലപ്മെൻറ്റിലും പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിം ഡെവലപ്മെൻറ്റിലും ഈ ഒരു പൈത്തൺ എന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് ചെയ്ത ഈ ഒരു കാര്യത്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈത്തൺ ക്ലാസ് മുമ്പോട്ട് പോകാം. അല്ല, നിങ്ങളെ പേർപ്പസ് ഇതിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേർപ്പസ് അനുയോജ്യമായിട്ടുള്ള വേറെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഡയറക്റ്റ് നമ്മൾ പൈത്തണിൻ്റെ കോഡിങ്ങിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൈത്തൺ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പൈത്തൺ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പൈത്തൺ ഇൻസ്റ്റാളേഷനൊക്കെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഏറ്റവും സിമ്പിളാണ്, ഒരു 2 minutes 5 minutes എടുക്കുകയുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. സോ ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ ലെക്ചർ 1 ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ബൈ.